അതായത് സാധാരണ രാഹുൽ ഗാന്ധി ഒരു ആരോപണമൊക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ അതിനെ ഒപ്പം പിടിക്കാനോ അതിന് പിന്തുണ കൊടുക്കാനോ ഒറ്റക്കെട്ടായി ഇവരാരും തയ്യാറാകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വ്യത്യസ്തമാണ് സാഹചര്യം. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ ആരോപണത്തിന് പിന്തുണയുണ്ട്. മാത്രമല്ല, ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താണ് വ്യക്തമാവുന്നത്, ഇത്തവണ മറ്റ് ഈ കർണാടകത്തിൽ സംഭവിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞതുപോലെ ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല. ഒറ്റയടിക്ക് ആദ്യം തന്നെ ഒരൊറ്റ വീട്ടിൽ 509 വോട്ട്, ഇല്ലാത്ത വീട്ടിൽ 509 വോട്ട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അതായത് മൊത്തം വോട്ടുകൾ നോക്കുമ്പോൾ 80,000 വോട്ടുകൾ ഇപ്പോൾ തന്നെ വ്യാജ വോട്ടുകളെന്ന് സംശയിക്കാവുന്ന രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ. അപ്പോൾ അത് ആ ഒരു ശ്രദ്ധ കൂടി, അതാണ് നമ്മളിത് ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണല്ലോ, ഇനി ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. കാരണം ആ കാര്യത്തിൽ കുറേ കൂടി കൂടുതൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്കൊക്കെ സാധ്യത ആരായുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറേ കൂടി സൂക്ഷ്മമായി ഈ വോട്ടർ പട്ടിക പരിശോധിക്കാനും അതിൽ ഇടപെടാനും ഈ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കും എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 80,000 വോട്ടുകൾ ഇതിൽ വ്യാജമാണ് എന്ന് ആരോപിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പിപ്ര നിയമസഭാ മണ്ഡലത്തിലാണ് ഗായിംപൂരിൽ ഒരു വീട്ടിൽ പല കുടുംബങ്ങളിൽ നിന്നുള്ള 509 പേര്. ആ വീട് ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട് തന്നെ ഉള്ളതായിട്ട് അറിയില്ല. മറ്റൊരു വിലാസത്തിലാണെങ്കിൽ 459 വോട്ടുകളാണ് ഈ മട്ടിൽ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തങ്ങളായി വിവിധ വീടുകളിൽ ഇതുപോലെ ഈ 100-ലേറെ വോട്ടുകളൊക്കെ ചേർത്ത ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. 100-ലേറെ വോട്ടുകൾ ചേർത്ത ആയിരക്കണക്കിന്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അട്ടിമറി അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കരുതൽ കൂടി ഈ ഘട്ടത്തിൽ അവിടെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം സ്വീകരിക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടുതൽ ആശാവഹമായ സംഗതിയാണ്.